മക്കളെ, എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കൾ 2ാം ക്ലാസ് കഴിഞ്ഞു 3ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 3ാം ക്ലാസ്സിലെ ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ EVSലെ 1ാമത്തെ പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ EVSന് 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. ഒന്ന് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലുള്ള കോണ്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ് ഗ്രീൻ എർത്ത് എന്നുള്ള ചാപ്റ്റർ, ദെൻ ടു ദ വേർഡ് ഓഫ് എനിമൽസ് എന്നുള്ള 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തേത് വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ളത്, 4ാമത്തേത് ദ പവർ ഓഫ് ക്ലീൻനെസ് എന്നുള്ള ഈ 4 ചാപ്റ്റേഴ്സാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി ഇതിൽ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഗ്രീൻ എർത്ത് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, 1ാമത്തെ പാഠഭാഗമാണ് ഗ്രീൻ എർത്ത്. ഗ്രീൻ എർത്ത് പറഞ്ഞാൽ എന്താണ്? ഹരിത ഭൂമി അല്ലേ, പച്ചപ്പുള്ള ഭൂമി എന്നാണ് അർത്ഥം. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. എന്താ പറയുന്നത്? തൊട്ടുവായോ ബേർഡ്, കുഞ്ഞിക്കിളിയെ തൊട്ടുവായോ എന്നാണ് പറയുന്നത്. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. Which tree did the bird touch? What is its name? Can you tell if it is big or small? അപ്പോൾ എന്താ പറയുന്നത്? ബേർഡിനോട് പറന്നു പോയിട്ട് ഒരു മരം തൊട്ടുവായോ എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ബേർഡ് തൊട്ട ആ മരത്തിൻ്റെ പേരെന്താണ്, ആ മരത്തിൻ്റെ എന്താണ്, ആ മരം ഏതാണ്, ആ മരത്തിൻ്റെ പേരെന്താണ്, അതുപോലെ അത് ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് ചോദിക്കുകയാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കൂ. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? അപ്പോൾ എന്താ പറയുന്നത്? അടുത്തതായിട്ട് ഒരു ഫ്ലവർ തൊട്ടുവായോ എന്നാണ് ബേർഡിൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ബേർഡ് തൊട്ട ആ ഫ്ലവർ ഏതാണ്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ നിറം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസ് നോക്കാം. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? അപ്പോൾ എന്താ പറയുന്നത്? അടുത്തതായിട്ട് പറയുന്നത് നീ പോയിട്ട് ഒരു ലീഫ് തൊട്ടുവായോ എന്നാണ് പറയുന്നത്. ആ തൊട്ട ലീഫ് ഏതാണ്, ആ ലീഫ് ഏത് ഷേപ്പിലുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും കിളിയോട് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സോങ് നമുക്ക് കൊടുത്തതാണ്. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കൂ. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? അപ്പോൾ ഈ പേജിലുള്ള ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? പാട്ട് പാടി കളിക്കുകയാണ്. ഷോൾ വി പ്ലേ ദിസ് ഗെയിം? അപ്പോൾ നമുക്കും ഇതേപോലെ ഒരു കളി കളിച്ചാലോ? വിച്ച് പ്ലാന്റ്സ് വെർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ ഇതേപോലെ ഏത് സസ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടി? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാം? അതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു കളി കളിക്കുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളിതൊന്ന് കളിച്ച് നോക്കുക. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ എന്ത് ചെയ്യണം? ആ പേരൊക്കെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് എഴുതുക. നെക്സ്റ്റ് വൺ, വിച്ച് പാർട്സ്? ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളത്? സൈറ ഈസ് ഡ്രോയിങ് ദ ട്രീ ഓഫ് എ പ്ലാന്റ്. അപ്പോൾ സൈറ എന്ത് ചെയ്തു? ഒരു പ്ലാന്റിൻ്റെ ചിത്രം വരച്ചു. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? അപ്പോൾ ഈ പിക്ചറിൽ ഏതൊക്കെ പാർട്സ് ആണ് ഇനി ആഡ് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. അപ്പോൾ ഈ പിക്ചർ എന്ത് ചെയ്യണം? നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ആ പാർട്സ് ഏതൊക്കെയെന്ന് എഴുതണം. ഫസ്റ്റ് വണ് റൂട്ടാണ്. റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ താഴെയാണ് റൂട്ട് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവുക. ദെൻ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെം. ദെൻ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ആകൃതിയിലുള്ള ഒന്നിനെയാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെ ചിലതിൽ എന്തുണ്ടായിരിക്കും? ഫ്ലവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്ലവർ എന്ന് എഴുതി കൊടുക്കുക. ഒരു ഫ്ലവറിൻ്റെ ചിത്രം വരച്ച് ഫ്ലവർ എന്ന് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് എന്നും എഴുതുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു പ്ലാന്റിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലിയർ? നമ്മൾ കാണുന്ന എല്ലാ പ്ലാന്റ്സും ഒരേപോലെയാണോ? നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സൊക്കെ ഒരേപോലെയാണോ? അല്ല അല്ലേ. വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തിലൊക്കെയാണ് പ്രധാനമായിട്ടും ഡിഫറൻസ് ഉള്ളത്? സൈസ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹാർഡ്നെസ്, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഭയങ്കര ഹാർഡായിരിക്കും. ലൈഫ് സ്പാൻ, എല്ലാ പ്ലാന്റ്സിനും ഒരേപോലെ തന്നെ ലൈഫ് ഉണ്ടോ? ഇല്ല, ചിലതിന് ലൈഫ് കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നതും ഡിഫറൻസ് ആയിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്
വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദി പിക്ചർ? ഇവിടെ പിക്ചറിൽ കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കൂട്ടുകാരെ? ഹിബിസ്കസ്, ഇത് ഹിബിസ്കസ് ആണ്. ദെൻ ഇത് സ്പിനാച്ച് ആണ്. ഇത് മാംഗോ ട്രീ ആണ്. ദെൻ ടച്ച് മീ നോട്ടാണിത്. ഇത് റോസ് ആണ്. ഇത് കോക്കനട്ട് ട്രീ ആണ്. ഇത് പാഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ട്രീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം? ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഡിഫറൻസ് എന്താണ്? സം പ്ലാന്റ്സ് ഈസ് വെരി ഹാർഡ്, സംതിങ് ഈസ് വെരി സോഫ്റ്റ് അല്ലേ? ചിലതെന്താണ് ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ദെൻ ഹൗ ലോങ് വിൽ ദേ ലീവ്? ചിലതെന്താണ് ചിലത് ഇയേഴ്സൊക്കെ ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും, ചിലതിന് മന്ത്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. അപ്പോൾ താഴെ ടേബിളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യണം? ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട് സ്പിനാച്ച് അഥവാ ചീരയാണ്. ചീരയുടെ സ്റ്റെം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ? അത് സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? മന്ത്സ് മാത്രമേ അത് ലൈഫ് സ്പാൻ അതിന് ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് ചെമ്പരത്തി, അത് ലിറ്റിൽ ഹാർഡാണ് അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത്. സൈസ് ലിറ്റിൽ ബിഗ് ആണ്. അതുപോലെ തന്നെ ഇയേഴ്സ് അത് ലീവ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് മാംഗോ ട്രീ ആണ്. മാംഗോ ട്രീ എന്ന് പറയുന്നത് സ്റ്റെമ്മ് വെരി ഹാർഡാണ്. അതുപോലെ തന്നെ വെരി ബിഗ് സൈസ് ആണുള്ളത്. മെനി ഇയേഴ്സ് അത് ലീവ് ചെയ്യുകയും ലോങ് ലീവ് ആണ് തരുന്നത്. നെക്സ്റ്റ് വൺ ബനാന ട്രീ ആണ്. ബനാന ട്രീ എന്ന് പറയുന്നത് വെരി ഹാർഡാണ്. അതുപോലെ തന്നെ വെരി ബിഗ് സൈസ് ആണ്. മെനി ഇയേഴ്സ് ഉണ്ടായിരിക്കും. മാംഗോ ട്രീയും സെയിം ആണ്. വെരി ഹാർഡാണ്, വെരി ബിഗ് ആണ്, മെനി ഇയേഴ്സ് ഉണ്ടായിരിക്കും. റോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റോസ് എന്ന് പറയുന്നത് ഹാർഡാണ്. വെരി ഹാർഡൊന്നല്ല, ലിറ്റിൽ ഹാർഡാണ്. ദെൻ എങ്ങനെയുള്ളതാണ്? സ്മോൾ ആണല്ലേ? സ്മോൾ ആണ്. ദെൻ മന്ത്സ് മാത്രമേ അതിന് ലീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് വൺ മേരിഗോൾഡ് ആണ്. മേരിഗോൾഡ് സോഫ്റ്റ് ആണ്, സ്മോൾ ആണ്, അതേപോലെ മന്ത്സ് മാത്രമേ അത് ലീവ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ തുളസി ആണ്. തുളസിയും സോഫ്റ്റ് ആണ്, അത് സ്മോൾ ആണ്, അതേപോലെ തന്നെ മന്ത്സ് മാത്രമേ അത് ലീവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്ലാന്റ്സിനെയും നിങ്ങൾ എടുത്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? നമ്മൾ ആ ടേബിളിൽ നിന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? ചിലത് ഭയങ്കര ഹാർഡാണ്, ചിലത് സോഫ്റ്റ് ആണ്, ചിലത് ഒരുപാട് കാലം നിൽക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. അപ്പോൾ സ്പിനാച്ച് പറയാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ഹെർബ്സ് ആണെന്ന് പറയാണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധികളാണ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? നിങ്ങൾ എൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. എങ്ങനെയാണ്? സ്പിനാച്ച് എന്ന് പറയുന്നത് സ്റ്റെം ഈസ് സോഫ്റ്റ് ആണ്. സ്റ്റെമ്മ് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്മോൾ സൈസ്ഡ് പ്ലാന്റ് ആണ്, വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നോ ഡീപ്പ് റൂട്ട്സ്, അതിന് ഭയങ്കര ഡീപ്പായിട്ടുള്ള റൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് വൺ, ഡു യു നോ ആസ്? നിങ്ങൾക്ക് ഞങ്ങളെ അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വി ഗ്രോ വെരി ടോൾ, ഞങ്ങൾ വലുതായിട്ട് വളരും. വി ആർ ട്രീസ്, എന്താണ് ഇത്? ട്രീസ് ആണ്, മരങ്ങളാണ്. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? വെരി ഹാർഡ് സ്റ്റെം ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഓക്കെ, ലോങ് ലൈഫ് സ്പാൻ ആണ് ഉണ്ടായിരിക്കുക. പ്രസൻസ് ഓഫ് ഡീപ്പ് റൂട്ട്സ് ആണ് ഉണ്ടായിരിക്കുക. ഒരുപാട് കാലം അത് ജീവിക്കും. അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള റൂട്ട്സ് അതിനുണ്ടായിരിക്കും. സ്റ്റെമ്മ് വളരെ ഹാർഡും ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദോ വി ആർ സ്മോൾ. അടുത്ത് പറയുന്നത് എന്താണ്? ഞങ്ങൾ വളരെ ചെറുതാണ്. അവർ സ്റ്റെം ആർ പ്രിറ്റി ഹാർഡ്, ഞങ്ങളുടെ സ്റ്റെമ്മ് കുറച്ച് ഹാർഡാണ് എന്നാണ് പറയുന്നത്. വി ആർ കോൾഡ് എ ശ്രബ്സ്, ഞങ്ങളെ ശ്രബ്സ് എന്നാണ് വിളിക്കുന്നത്, അഥവാ കുറ്റിച്ചെടികൾ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇതിന് ഭയങ്കര ഹാർഡ് സ്റ്റെം ആയിരിക്കും, അതുപോലെ തന്നെ ബിഗ് സൈസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു എൽസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. അപ്പോൾ ഈ സ്പിനാച്ചിൻ്റെയും ഹിബിസ്കസിൻ്റെയും മാംഗോ ട്രീയുടെയും ഒക്കെ കൂട്ടത്തിലുള്ളത് ആരൊക്കെയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കറിയാം സ്പിനാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെർബ് ആണല്ലേ, ഒരു ഔഷധിയാണ്. അപ്പോൾ സ്പിനാച്ചിനെ പോലെയുള്ളത് വേറെ ഏതൊക്കെയാണ്? ക്യാരറ്റ്, ടൊമാറ്റോ, വീറ്റ്, കാബേജ്. നെക്സ്റ്റ് ശ്രബ് ആണ്. ശ്രബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടിയാണ്. അതിലുള്ളതാണ് ഹിബിസ്കസ്. പിന്നെന്താണ്? മേരിഗോൾഡ്, ജാസ്മിന്, തുളസി, റോസ്. ഇനി ട്രീ ആണ്, മരങ്ങളാണ്. മാംഗോ ട്രീ, പിന്നെ ബനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, പാം ട്രീ, കോക്കനട്ട് ട്രീ. ഇതൊക്കെ ട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് അത് എഴുതാം.
നെക്സ്റ്റ് വൺ ഡ്രോ ആൻഡ് കണക്ട് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. അടുത്തത് ഇതിൽ സ്hrub ഏതൊക്കെയാണ്, ഹെർബ് ഏതൊക്കെയാണ്, ട്രീ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ shrubൽ വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് shrub എന്ന് പറയുന്നത്? ഒന്ന് ഇത് അല്ലേ, നമ്മുടെ ചെമ്പരത്തി. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് റോസ്. ഇനി ഹെർബ് ഏതൊക്കെയാണ്? ഹെർബ് സ്പിനാച്ച്, അതുപോലെ തന്നെ മുക്കുറ്റി. ഇനി ട്രീ എന്ന് പറയുന്നത് ഈ പാം ട്രീയും കോക്കനട്ട് ട്രീയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇതിനെ എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്തിട്ട് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് വൈൻ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. എന്താണ് കൂട്ടുകാരെ, ഞങ്ങൾ വൈൻ പ്ലാന്റ്സ് ആണ്. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികളാണ്, ഞങ്ങളും ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ്സ് റൈറ്റ്. ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, സ്പ്രെഡ്സ് ലൈക്ക് എ ഗ്രീപ്പർ. ഇവർ ഒരു ഗ്രീപ്പർ പോലെ വള്ളികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. ഇവർക്ക് ഒറ്റക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെയോ, ദേ നീഡ് സപ്പോർട്ട് ടു ഗ്രോ. അവർക്ക് വളരണമെങ്കിൽ എന്ത് വേണം, ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈൻ പ്ലാന്റ്സിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? പംകിന്, സ്വീറ്റ് പൊട്ടാറ്റോ, ജാസ്മിൻ, സ്നേക്ക് ഗോഡ്, പീ പ്ലാന്റ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള വൈൻ പ്ലാന്റ്സ് ആണ്. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. അപ്പോൾ എന്താണ്, വൈൻ പ്ലാന്റ്സ് 2 തരത്തിലുണ്ടെന്ന് പറയുന്നു. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ ലോങ് ദ ഗ്രൗണ്ട് ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിങ് അലോങ് സപ്പോർട്ട്. അപ്പോൾ എന്താണ്, ഇത് 2 തരത്തിലുള്ള, ഒന്ന് നിലത്ത് ഇങ്ങനെ പടർന്നു പോകുന്നതും മറ്റൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചു പോകുന്നതുമായ 2 ടൈപ്സ് ആണ് ഈ വൈൻ പ്ലാന്റ്സ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ്സ് ഇൻ വാട്ടർ. ഓക്കെ, പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ വെള്ളത്തിൽ വളരുന്ന ജീവികളെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദേ നീഡ് വാട്ടർ ടു ഗ്രോ. അവർക്ക് വളരണമെങ്കിൽ എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. ദേ സ്റ്റെം ആൻഡ് റൂട്ട്സ് ആർ ഓൾവേസ് അണ്ടർ വാട്ടർ. അവരുടെ സ്റ്റെമ്മും റൂട്ട്സും എപ്പോഴും വെള്ളത്തിനടിയിൽ ആയിരിക്കും. ദേ സ്റ്റെം ആർ സോഫ്റ്റ്. അതുപോലെ തന്നെ അവരുടെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഇപ്പോൾ വാട്ടർ ലില്ലി, അതുപോലെ തന്നെ ലോട്ടസ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ്, ലൈഫ് ഇൻസൈഡ് ദ സീഡ്. എന്താണ്, വിത്തിനുള്ളിൽ എങ്ങനെയാണ് ലൈഫ് ഉള്ളത്? വാവ്, ലൈറ്റ് അറൗണ്ട്, ആം എബവ് ദ സോയിൽ. അപ്പോൾ ഒരു ചെടി പറയാണ്, വെളിച്ചം വന്നു, ഞാൻ മണ്ണിന് മുകളിലെത്തി എന്ന് പറയാണ്. ഹാവ് യു സീൻ സീഡ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിത്ത് മുളക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഒരു വിത്ത് മുളപ്പിക്കണം. ഫിൽ എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എടുക്കുക, അതിൽ മണൽ നിറക്കുക. പ്ലാന്റ് 3 or 4 pea seeds slightly under the sand close to the glass. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 3-4 പയർ വിത്തുകൾ ഈ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. ഓക്കെ, വിത്ത് ദ സാൻഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ മണൽ ഒന്ന് നനച്ചു കൊടുക്കണം. കീപ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. എന്നിട്ട് കുറച്ച് ദിവസം അത് അങ്ങനെ വെക്കുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്. എന്നിട്ട് എപ്പോഴാണ് ഈ സീഡ് മുളച്ചു വരുന്നത് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? അപ്പോൾ ഏത് പാർട്ടാണ് ആദ്യം വരുന്നത്? അതിൻ്റെ റൂട്ടാണ് ആദ്യം വരുന്നത്. ഓക്കെ, റൂട്ടാണ് ആദ്യം പുറത്തേക്ക് വരിക. ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? അപ്പോൾ ആദ്യത്തെ ഇല വരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഏകദേശം ഒരു 1 വീക്കൊക്കെ എടുക്കും ഫസ്റ്റ് ലീഫ് പുറത്തേക്ക് വരാൻ. ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സും കൂടെ വരച്ചിട്ട് നിങ്ങൾ സയൻസ് ഡയറിയിൽ വരച്ചു കൊടുക്കുക, അതിനെക്കുറിച്ച് എഴുതി കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ മൈ പ്ലാന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്? മൈ പ്ലാന്റ് ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം. യു ഷുഡ് പ്ലാന്റ് ദ സീഡ് വേർ ദർ ഈസ് ലൈറ്റ്. നിങ്ങളുടെ പരിസരത്ത് നിങ്ങളൊരു വിത്ത് മുളപ്പിച്ചിട്ട് വളർത്തി നോക്കുക. വെളിച്ചമുള്ള സ്ഥലത്ത്, ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം എന്ത് ചെയ്യാൻ, വിത്ത് നടാൻ. വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ദ പ്ലാന്റ്സ് ഗ്രോസ് ഗിവ് ഇറ്റ് ദ മാനുവർ നീഡഡ്. അപ്പോൾ അത് വളരുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള വളവും നിങ്ങൾ ഇട്ട് കൊടുക്കണം. യു വിൽ ഒബ്സർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിംഗ് ഇൻ ദ പ്ലാന്റ്, ദ സ്റ്റെം ഗ്രോയിങ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പിയറിംഗ്. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ സാമ്പിൾ
എക്സാമ്പിൾ ഗിവൻ അലോങ് വിത്ത് പിക്ചേഴ്സ്. അപ്പോൾ നിങ്ങളതിന് ഇല വരുന്നതും പൂവ് വരുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് താഴെ തന്നിട്ടുള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്താണ് റിപ്പോർട്ടിൽ എഴുതേണ്ടത്? മൈ പ്ലാന്റ് ആക്ടിവിറ്റി റിപ്പോർട്ട്, ദ സീഡ് ടൈപ്പ്, ഏത് സീഡാണ് നിങ്ങൾ എടുത്തത്, ദ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, നിങ്ങൾ എന്നാണ് അത് പ്ലാന്റ് ചെയ്തത്, ദ സീഡ് ഓഫ് ജെർമിനേറ്റിംഗ്, അത് എന്നാണ് മുളച്ച് വന്നത്, ജെർമിനേറ്റ് ചെയ്തത് എന്നാണ്, അതുപോലെ തന്നെ ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രൗട്ട്, അത് ആദ്യം അതിൻ്റെ ഇല വന്നത് എപ്പോഴാണ്, ദ ഡേറ്റ് ഓഫ് 2 leaves appearing, 2 ഇല വന്നത് എപ്പോഴാണ്, ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ഇൻ 7 days, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ്, അതിൻ്റെ ഹൈറ്റിൽ, തിക്നെസ്സിൽ, നമ്പർ ഓഫ് ലീവ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, കൂടാതെ ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, അത് എന്നാണ് പൂവിട്ടത്, ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, എന്നാണ് അതിന് കായ് വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ വിത്തിട്ടിട്ടാണ് ഒരു ചെടി, ഒരു പ്ലാന്റ് ഉണ്ടായത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വിത്തില്ലാതെ നമുക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നോക്കൂ, ഒരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ കുട്ടി പറയുന്നത് എന്താണ്? See the saplings, they are formed from the roots of the curry leaf plant. ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നാണ് ഈ ഒരു സാപ്ലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. But the saplings of the miracle leaf plant are formed from their leaves. അപ്പോൾ പറയുകയാണ് ഈ മിറാക്കിൾ ലീഫ് പ്ലാന്റ് അഥവാ ഇലമുളച്ചിയിൽ നിന്നും, ഈ ഇലയിൽ നിന്നാണ് അതിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ, അതായത് സാപ്ലിങ്സ് ഒക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി റൂട്ടിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇലയിൽ നിന്നും ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. Saira and her friends decided to plant a chetti, hibiscus, nishagandhi, rose, pumpkin, mango tree, jasmine and കടപ്ലാവ് for expanding the school biodiversity garden. അപ്പോൾ സൈറയുടെ കൂട്ടുകാരും കൂടിയിട്ട് ചെത്തി, ചെമ്പരത്തി, അതുപോലെ തന്നെ നിശാഗന്ധി, റോസ്, മത്തന്, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവയൊക്കെ നടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ അവരെന്താണ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്സ് ഓഫ് ദ സ്റ്റെം ഈസ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏത് ഭാഗങ്ങളാണ് നമ്മൾ നടേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗങ്ങളാണ് അടുത്ത ഒരു പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സീഡ് മുഖേന ഉണ്ടാവുന്നത്, ഏതൊക്കെയാണ് റൂട്ടിൽ നിന്നുണ്ടാവുന്നത്, സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത്, ലീഫിൽ നിന്നുണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സീഡിൽ നിന്നുണ്ടാവുന്നത് പംകിന്, അതുപോലെ തന്നെ മാംഗോ ട്രീ ആണ് കേട്ടോ, അവിടെ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്. മാംഗോ ട്രീ, അതുപോലെ തന്നെ കടപ്ലാവ്, ഇത്രയുമാണ് നമുക്ക് എന്തിൽ നിന്നുണ്ടാവുന്നത്, സീഡിൽ നിന്നും ഉണ്ടാവുന്നത്. റൂട്ടിൽ നിന്നും ഉണ്ടാവുന്നത് ജാസ്മിന്, സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത് ചെത്തി, ഹിബിസ്കസ്, റോസ്, ലീഫിൽ നിന്നുണ്ടാവുന്നത് നിശാഗന്ധി. ഇങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, അതും കൂടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് പ്ലാന്റ്സ് പാർട്ട് ആൻഡ് ദെയർ ഫങ്ഷൻസ്. എന്താണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്? സസ്യത്തിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? സസ്യത്തിന് ഒരേ ഭാഗമാണോ? അല്ല, ഡിഫറെൻറ്റ് പാർട്സ് അതിനുണ്ട് അല്ലേ. ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻസ് ആണോ? ആണ് അല്ലേ. നമുക്ക് ബേസിക്കലി നോക്കുമ്പോൾ ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, നമുക്കൊന്ന് നോക്കാം. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ സാൻഡ്. എന്താ പറയുന്നത്? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ വെക്കുക. ദെൻ ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് കൊടുക്കണം? വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. അടുത്ത രണ്ടാമത്തേതിൽ റെഡ് കളർ വാട്ടർ അതേ എമൗണ്ടിൽ ഒഴിച്ചു കൊടുക്കുക. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. മൂന്നാമത്തേത് വെള്ളമൊന്നും ഇല്ലാതെ കീപ്പ് ചെയ്യുക. കീപ് 3 clear weed plant of the same size and undamaged roots in the sunlight for 10 minutes and then keep them in a separate test tube. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് അതിന് ശേഷം അതിൽ വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലുപ്പത്തിലുമുള്ളതുമായ 3 മഷിത്തണ്ടുകൾ എടുത്തിട്ട് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബിലേക്ക് ഇറക്കി വെക്കുക. Then observe the changes happening to the plants and the water in the test tube. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്തൊക്കെയാണ് ഓരോ ടെസ്റ്റ് ട്യൂബിലുമുള്ള ആ മഷിത്തണ്ടിന് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? അപ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ വെള്ളത്തിലുള്ള മഷിത്തണ്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വെള്ളമില്ലാത്തതിൽ എന്ത് സംഭവിക്കും? അത് വാടിപ്പോയിട്ടുണ്ടായിരിക്കും, ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? ബിക്കോസ് ദ പ്ലാന്റ്സ് നീഡ് ദ വാട്ടർ, ദാറ്റ്സ് വൈ. ഓക്കെ,
അതുകൊണ്ടാണത് ഉണങ്ങിപ്പോയത്. ഹൗ ഡിഡ് ദ കളർ ഓഫ് ദ പ്ലാന്റ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ചസ്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ റൂട്ട് ഇൻ ദ ചേഞ്ച്? അപ്പോൾ ടെസ്റ്റ് ട്യൂബ് നമ്മുടെ കളറുള്ളതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതിൽ കളറായിട്ടുണ്ടാവും. ആ ഒരു മഷിത്തണ്ട് റെഡ് കളറായിട്ട് ഉണ്ടാവും. അതിൻ്റെ സ്റ്റെമ്മ് റെഡ് കളറാവും. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ കൂടെ അതിൻ്റെ പിക്ചേഴ്സും കൂടെ വരച്ച് ചേർക്കുക. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. എന്താണ് പ്ലാന്റ്സ് അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നിർമ്മിക്കുന്നത് അതിൻ്റെ ഇലകളിൽ വെച്ചിട്ടാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അതാണ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതുപോലെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. അപ്പോൾ മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഒന്നാമത്തത് ഇവിടെ സ്റ്റെമ്മ് തന്നിട്ടുണ്ട്. ക്യാരീസ് വാട്ടർ ആൻഡ് എ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. എന്താണ്? വേര് റൂട്ട് വലിച്ചെടുക്കുന്ന ഈ ന്യൂട്രിയൻസും അതുപോലെ തന്നെ വാട്ടറൊക്കെ ഇലകളിലേക്ക് ലീവ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ലീഫാണ്. ലീഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ലീഫ് ചെയ്യുന്നത് പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. അഥവാ സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നതാണ് ലീഫ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ റൂട്ടാണ്. റൂട്ട് എന്ന് പറയുന്നത് ഫിക്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. സോയിലിൽ അതിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് റൂട്ടാണ്. അതുപോലെ തന്നെ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുകയും ചെയ്യുന്നത് റൂട്ടാണ്. ഓക്കെ, അപ്പോൾ റൂട്ടിന് രണ്ട് ഫങ്ഷൻസ് ആണ് അവിടെ മാച്ച് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വെറൈറ്റീസ് ഓഫ് ലീവ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Observe the plants in the school diversity garden and complete the table by listing the features of their leaves. അപ്പോൾ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ തുമ്പയാണ്. തുമ്പ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ലീഫ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ടാപ്പറിങ് ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ സ്മെല്ലുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ സ്മെല്ലുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എസ് എന്ന് എഴുതി കൊടുക്കുക. കളർ ഓഫ് ദ ലീവ്സ് എങ്ങനെയാണ്? ഗ്രീൻ ആണല്ലേ. സെക്കൻഡ് എന്ന് പറയുന്നത് മാംഗോ ട്രീ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് ടാപ്പറിങ് തന്നെയാണ്. അതിന് സ്മെല്ലുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എസ് എന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ ലീഫ് എങ്ങനെയാണ്? ഗ്രീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ് റോസ് ആണ്. തേർഡ് വണ് റോസിൻ്റെ ലീഫ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് ആണ്. അതിന് സ്മെല്ലുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നോ എന്ന് എഴുതി കൊടുക്കുക. ഇനി ലീഫ് എങ്ങനെയാണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ അവിടെ ഗ്രീൻ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് തന്നെയാണ്. അതിന് സ്മെല്ലുണ്ടോ? യെസ്, അതിന് സ്മെല്ലുണ്ട്. അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? റൈറ്റ് ഡൗൺ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എന്തൊക്കെ പ്രത്യേക വ്യത്യാസങ്ങളാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്. കളേഴ്സിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതുപോലെ തന്നെ ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്സ്. ഷേപ്പിൽ വ്യത്യാസമുണ്ട്. സം ഓഫ് ദ ലീവ്സ് ഹാവ് സ്മെൽ. ചിലതിന് എന്താണ്? സ്മെല്ലും ഉണ്ടെന്ന് മനസ്സിലായി. പ്ലേസ് ദ ലീവ്സ് അണ്ടർനെത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇലകളൊക്കെ എടുത്തിട്ട് അത് പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് ക്രയോൺ ഉപയോഗിച്ച് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇലയുടെ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. ഓരോ ഇലയുടെ ഷേപ്സ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ലീഫ് ഫിഗേഴ്സ് ആണ്. എന്താണ്? ഇല കൊണ്ടുള്ള രൂപങ്ങളാണ്. സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് മെയ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ്. ക്യാൻ യു മേക്ക് സിമിലർ ഫിഗേഴ്സ്? എന്താണ്? അപ്പോൾ ഇത് ഇലകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ജീവികളുടെ രൂപങ്ങളാണ്. ഇതുപോലെ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ് ആണ്. ഇപ്പോൾ ഇലകളിലെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഫ്ലവേഴ്സിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളത് എന്ന് നോക്കാം. പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. മുക്കുറ്റി പറയാണ് നിങ്ങൾ എൻ്റെ പൂ പറിക്കരുത് എന്ന് പറയാണ്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? എന്തുകൊണ്ടാണ് ഈ പൂവ് അല്ലെങ്കിൽ ഈ ചെടി എൻ്റെ ഫ്ലവർ പറിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്?
വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? എന്തൊക്കെയാണ് ഈ ഫ്ലവേഴ്സിൻ്റെ ഗുണങ്ങൾ? ഹു ആർ ബെനിഫിഷ്യേറ്റഡ്? ആർക്കാണ് ഇത് കിട്ടുന്നത്? ലിസ്റ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് പീസ് ഗെറ്റ് ഹണി. എന്താണ്? തേനീച്ചകൾക്ക് തേന് കിട്ടുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ഗെറ്റ് ഹണി. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിന് ഹണി കിട്ടുന്നുണ്ട്. സം ഫ്ലവേഴ്സ് ആർ മെഡിസിൻസ്. ചില ഫ്ലവേഴ്സ് എന്താണ്? മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ചിലത് എഴുതിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പേര് എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോസ് ആണ്, സെക്കൻഡ് വൺ കാസിയ, തേർഡ് വൺ ജാസ്മിൻ, ദെൻ പോർട്ടുലാക്ക അഥവാ 10 മണിപ്പൂവാണ്, ദെൻ സീനിയാണ്, ലാസ്റ്റ് വൺ മേരി ഗോൾഡ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളവിടെ ജസ്റ്റ് പേര് എഴുതി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതാനാണ്. അത് നമ്മൾ എഴുതി. ഹൗ ഡു ദേ ഡിഫർ അതർ ദാൻ ഇൻ സ്മെൽ? അപ്പോൾ സ്മെല്ല് കൂടാതെ എങ്ങനെയൊക്കെയാണ് ഇവർ സ്മെല്ല്, അതുപോലെ തന്നെ കളറ്, ഷേപ്സ്, ഇത് കൂടാതെ എങ്ങനെയാണ് ഇവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് മോർ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഒരുപാട് പൂക്കളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അത് എങ്ങനെയൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷേപ്സ്, കളേഴ്സ് എന്നിവയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമോ? ഇല്ല അല്ലേ. ചിലത് എന്താണ്? ഫ്ലവർ ഉണ്ടാക്കാത്ത പ്ലാന്റ്സും ഉണ്ടായിരിക്കും. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്? ഡു ദേ ബ്ലൂം? ഡു ഓൾ ദ പ്ലാന്റ്സ് ബ്ലൂം? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. ചിത്രത്തിൽ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ പൂവ് ഉണ്ടാവുന്നതാണോ? അല്ല, ഇതൊന്നും പൂവ് ഉണ്ടാവാത്ത പ്ലാന്റ്സ് ആണ്. Then the major parts of the plant are root, stem and leaf. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ മേജർ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ റൂട്ട്, അതുപോലെ തന്നെ സ്റ്റെമ്മ്, ലീഫ്, ഇതൊക്കെയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. അപ്പോൾ ചിലത് എന്താണ്? ചിലത് വളർച്ച എത്തുമ്പോൾ അത് ഫ്ലവേഴ്സ് ഉണ്ടാവും, ചിലത് ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും ഒരിക്കലും പൂക്കില്ല. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. അതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ഒരിക്കലും ഫ്രൂട്ട്സ് ആവുകയും ചെയ്യില്ല. Then, have you seen plants growing in the places without sufficient water? What are their features? അപ്പോൾ ജലം കുറവുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അതിന് മോർ അബ്സോർബിലിറ്റി ഉണ്ടായിരിക്കും. അതിന് കൂടുതൽ വാട്ടറും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കും എന്നത് തന്നെയാണ്. നെക്സ്റ്റ് നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് പറയുന്നത്. ദീസ് ആർ റെയർ പ്ലാന്റ്സ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്സ് ആണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. വൺസ് എ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വിതറിങ് ഫോർ അപ് ടു 3 months. അപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാലോ 3 മാസം വരെ അത് വാടാതെ നിൽക്കുകയും ചെയ്യും. ദേ ആർ ബ്ലൂ ഇൻ കളർ. അത് ശരി, ബ്ലൂ കളറാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. അപ്പോൾ നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത് ഈ നീലക്കുറിഞ്ഞി ഉണ്ടാകുന്ന ഹിൽസിനെ പറയുന്ന പേരാണ്. അപ്പോൾ ഈ പൂവിൽ നിന്നാണ് ആ പേര് കിട്ടിയിട്ടുള്ളത്. Then, what are the benefits of plants? അപ്പോൾ ഒരു പ്ലാന്റ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദ ഗിവ് ഷെയ്ഡ്സ്. അതെന്ത് നൽകുന്നുണ്ട്? ഷെയ്ഡ്സ്, തണൽ നൽകുന്നുണ്ട് അല്ലേ. പിന്നെയോ ദ ഗിവ് ഫുഡ്. അത് ഫുഡ് നൽകുന്നുണ്ട്. ദ ഗിവ് പ്യുവർ ഓക്സിജൻ. അത് പ്യുവർ ഓക്സിജൻ നൽകുന്നുണ്ട്. ദ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നതും ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. Then, it is our duty to keep the earth green by planting and protecting plants. ഡു യു തിങ്ക് സോ? എന്താ പറയുന്നത്? നമ്മുടെ ഡ്യൂട്ടിയാണ് ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതും അതിൻ്റെ ഈ ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതും നമ്മുടെ കടമയാണ്. എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണല്ലേ, നമ്മളാണ് ഭൂമിയെ സംരക്ഷിക്കേണ്ടതും മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതും അതിൻ്റെ ഗ്രീനറിയെ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതും. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനമാണ്, വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ് ടു. ഐഡൻറ്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ്, താഴെ നമുക്ക് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ്സ് ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തുമ്പയാണ്. തുമ്പ എന്ന് പറയുന്നത് ഒരു ഹെർബാണ്. സോഫ്റ്റ് സ്റ്റെം ആയിരിക്കും, അതിന് സ്മോൾ സൈസ് ആയിരിക്കും, ഫ്യൂ മന്ത്സ് ഓഫ് ലൈഫ് സ്പാൻ, അഥവാ കുറച്ചു കാലം മാത്രമേ അതിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോസ് ആണ്. അത് ശ്രബാണ്, ഹെയർ സ്റ്റെം ആണ്, ബിഗ് ഇൻ സൈസ് ആണ്, എ ഫ്യൂ ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാൻ ആണ് അതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തത് കോക്കനട്ട് ട്രീ ആണ്. അത് ട്രീ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. വെരി ഹാർഡ് സ്റ്റെം ആണ്, ബിഗ് ഇൻ സൈസ് ആണ്, മെനി ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാൻ ആണത് ഉള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി. ഇവിടെ 3 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ശരിയായ രീതിയിൽ നിങ്ങൾ കളർ കൊടുക്കുക. വൈ ഡിഡ് യു സെലക്ട് ദിസ് കളർ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണോ ആ കളർ സെലക്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റഗറൈസ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ദ ഓർഡർ ഗിവൺ. താഴെ കൊടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് എഴുതി കൊടുക്കണം. അഥവാ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ. ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? ജാസ്മിന്, തുമ്പ, നീലക്കുറിഞ്ഞി, നിശാഗന്ധി, ഇതൊക്കെ ഒരേ കളറിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ലോട്ടസ്, മേരിഗോൾഡ്, റോസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ദ സാപ്ലിംഗ് ദാറ്റ് യു പ്ലാന്റഡ്? എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായിട്ടുണ്ട്? ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹൗ ഡസ് ദിസ് പ്ലാന്റ് ബെനിഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസംസ്? അപ്പോൾ മറ്റുള്ള ഓർഗാനിസംസിനും അതുപോലെ തന്നെ നമുക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതുകൊണ്ട് ഉള്ളത്? എന്തൊക്കെയാണ്? ദേ ഗീവ് അസ് ഷെയ്ഡ്, നമുക്ക് തണൽ നൽകുന്നു, അതുപോലെ തന്നെ പ്യുവർ ഓക്സിജൻ നൽകുന്നു, ആൻഡ് ഫുഡ്, നമുക്ക് ഫുഡും നൽകുന്നു. ദെൻ ദേ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ അത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ വായിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്, ടു ദ വേൾഡ് ഓഫ് എനിമൽസ് എന്നതാണ്. അത് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.